ഫൈവർ ജിഗ് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ഇംപ്രഷനും വരുന്നില്ല, അതുകൊണ്ട് ഫസ്റ്റ് ഓർഡറും കിട്ടുന്നില്ല. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ബിഗിനേഴ്സിന് ഇത് സർവ്വസാധാരണമായ ഒരു ഇഷ്യൂ ആണ്. പക്ഷേ ഇംപ്രഷൻ തീരെ കുറവാണ് വരുന്നതെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഒന്നാമത്തതാണ് ഹൈ കോമ്പറ്റീഷൻ കീവേഡ്. ഒരുപാട് പേര് ജിഗ് ക്രിയേറ്റ് ചെയ്ത കീവേഡ് ഉപയോഗിച്ച് തന്നെയാണ് നിങ്ങളും ജിഗ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രഷൻ കിട്ടാൻ കുറച്ച് സമയമെടുക്കും. എക്സാമ്പിൾ ഞാൻ പറയാം. ലോഗോ ഡിസൈൻ എന്ന കീവേഡിൽ 2 ലക്ഷം ജിഗ് ഉണ്ട്. നിങ്ങളൊരു ലോഗോ ഡിസൈനർ ആണെങ്കിൽ ലോഗോ ഡിസൈനിന്റെ അണ്ടറിൽ വരുന്ന ഒരു ലോങ് ടെയിൽ കീവേഡ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഗെയിമിംഗ് ലോഗോ ഡിസൈൻ എന്ന് നിങ്ങൾ ജിഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ലക്ഷം പേരിൽ നിന്ന് വെറും 20,000 പേരെ കോമ്പറ്റീഷൻ ഉള്ളൂ. ഇപ്പോൾ കോമ്പറ്റീഷൻ കുറയും തോറും നമുക്ക് ഇംപ്രഷൻ കൂടും. ഓൾറെഡി ജിഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്നും ഇനി ചെയ്യാൻ നിൽക്കണ്ട. പകരം ഒരു ലോങ് ടെയിൽ കീവേഡിൽ നിങ്ങൾ അടുത്ത ജിഗ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. രണ്ടാമത്തതാണ് സാൻഡ് ബോക്സ് എഫക്ട്. ഫൈവർ നിങ്ങളുടെ ന്യൂ ജിഗ് ഒരു ടെസ്റ്റ് ഓഡിയൻസിനെ കാണിക്കും. അതിൽ നിന്ന് നിങ്ങൾ ബയേഴ്സിന്റെ ക്ലിക്സ്, മെസ്സേജ് അല്ലെങ്കിൽ ഓർഡർ കിട്ടിയാൽ ഫൈവർ വേഗം തന്നെ നിങ്ങളുടെ ജിഗിന് കൂടുതൽ പുഷ് നൽകും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇംപ്രഷനും കൂടുതൽ ഓർഡേഴ്സ് വരാനുള്ള ചാൻസ് കൂടും. പക്ഷേ ഈ ടെസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് റെസ്പോൺസ് ലോ ആണ് കിട്ടിയതെങ്കിൽ ഇംപ്രഷനും കുറയും, അതുപോലെ തന്നെ ഓർഡർ കിട്ടാനുള്ള ചാൻസും കുറവായിരിക്കും. അടുത്ത സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാനും പറ്റും. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജിഗ് SEO. സെർച്ച് റിസൾട്ടിൽ നമ്മുടെ ജിഗ് വരാത്തതിന്റെ ഒരു മെയിൻ കാരണം ജിഗ് SEO പ്രോപ്പർ ആയിട്ടില്ല എന്നുള്ളതാണ്. 5 സ്ഥലത്ത് നമുക്ക് ജിഗ് SEO ചെയ്യാൻ പറ്റും. അത് കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്, FAQ, പ്രൈസിംഗ്, ഇത്രയും സ്ഥലത്താണ് നമുക്ക് ജിഗ് SEO ചെയ്യാൻ സാധിക്കുന്നത്. അത് കൃത്യമായിട്ട് ചെയ്യുക. ചെയ്യാൻ അറിയാത്തവർ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ കണ്ടാൽ മതി, അതിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്രഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഈ വരുന്ന ഇംപ്രഷനിൽ നിന്നും ക്ലിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.